2025 അടുത്ത വർഷം വരാൻ പോവാണ് അല്ലേ. അപ്പോൾ ഒരുപാട് പുതിയ എക്സാംസ് വരാൻ പോകണം. നമുക്കറിയാം ബാങ്കിങ്ങിന്റെ ഒരു വലിയ എക്സാംസ് സീസൺ ഇപ്പം കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇനിയും നമ്മുടെ SBIയുടെ എക്സാം വരാനുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത വർഷവും നമുക്ക് ഈ എക്സാംസ് ഒക്കെ തന്നെ വീണ്ടും വിളിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നമ്മുടെ ബാങ്കിന്റെ എക്സാംസിന്റെ കലണ്ടർ റിലീസാവും. നിങ്ങൾക്കറിയാം അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ജൂൺ ജൂലൈ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്സാംസിന് നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങും. പിന്നെ അങ്ങോട്ട് എല്ലാ മാസവും നമുക്ക് എന്താണ് കണ്ടിന്യൂ എക്സാംസ് ആണ്. നമുക്ക് ഓൾറെഡി RRB റീജിയണൽ റൂറൽ ബാങ്ക്, അതുപോലെ IBPS, ഇതുകൂടാതെ SBIയുടെ എക്സാംസ്, ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയാം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാംസ് വരും. ഇതെല്ലാം കൂടാതെ പ്രൈവറ്റ് ബാങ്ക്സുകൾ വിളിക്കാറുണ്ട്, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. ഇതിൻ്റെ ഇടയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മിസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ കൂടിയുണ്ട്, ഇൻഷുറൻസ് എക്സാംസ്. അപ്പോൾ ഇൻഷുറൻസ് എക്സാംസ് ഈ വർഷം ഒരുപാട് വിളിച്ചു. നിങ്ങൾക്കറിയാം ഒരുപാട് നോട്ടിഫിക്കേഷൻ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കണം. ഇതേപോലെ അടുത്ത വർഷവും ബാക്ക് ടു ബാക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരും. അതിനൊരു മെയിൻ റീസൺ ഉണ്ട്. നമുക്ക് വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇൻഷുറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആയാലും 2047 നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ 100 ഇയർ കംപ്ലീറ്റ് ആവുന്ന സമയത്തിനുള്ളിൽ വെച്ച് ഇൻഷുറൻസ് കവറേജ് 100% ആൾക്കാർ വരെ എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ലോങ് ടേം എയിം എന്ന് പറയുന്നത്. ഇപ്പം ഇൻഷുറൻസ് കവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലെസ് ദാൻ 30% ഓഫ് ദ ആൾക്കാരുടെ കയ്യിൽ മാത്രമേ ഹെൽത്ത് ലൈഫ് ഇൻഷുറൻസുകൾ ഉള്ളൂ. അപ്പോൾ ഈ ഇൻഷുറൻസിനെ 100% കവറിലേക്ക് എത്തിക്കണമെങ്കിൽ അത്രയും കൂടുതൽ സ്റ്റാഫ്സ് വേണം, അത്രയും കൂടുതൽ വർക്ക് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഇതിലും ഇനി ഒരുപാട് റിക്രൂട്ട്മെന്റ്സ് വരും, ഒരുപാട് റിക്രൂട്ട്മെന്റ്സിന്റെ വേക്കൻസീസ് കൂടും. നിങ്ങൾക്കറിയാം ബാങ്ക് എക്സാംസിൽ ഓൾറെഡി ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ വേക്കൻസീസ് കൂടി ഒന്ന് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ അടുത്ത വരുന്ന വർഷം നമുക്ക് 50,000+ വേക്കൻസീസ് ആണ് ബാങ്കിങ് എക്സാംസിന്റെ ഈ ഒരു സെക്ടറിൽ മാത്രം, ഇൻക്ലൂഡിങ് ഇൻഷുറൻസ് കൂടി എടുക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത്. ഇതിൽ ഒരുപാട് കൂടുതലായിരിക്കും ചിലപ്പോൾ നമുക്ക് വേക്കൻസീസ് വരുമ്പോൾ. സോ ഈ പറഞ്ഞ എക്സാംസിനെ കുറിച്ചൊക്കെ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ വളരെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. നിങ്ങൾക്കറിയാം നമുക്ക് ആ ഒരു എക്സാം വരുമ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ട് കാര്യമില്ല. എക്സാം ഒരു 6 months മുമ്പ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാം ആകുമ്പോഴത്തേക്കും നമുക്ക് എക്സാം എഴുതാൻ റെഡി ആയിരിക്കും. ആൻഡ് വൺസ് എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്ക് ടു ബാക്ക് എക്സാം ആയിരിക്കും. നമുക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാംസിനെ കുറിച്ചൊക്കെ നല്ലപോലെ അറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു എക്സാംസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വർഷം വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ചും ഏതൊക്കെ എക്സാംസ് ഉണ്ട്, അതിൻ്റെ പാറ്റേൺ എന്താണ്, സിലബസ് എന്താണ്, നിങ്ങൾക്ക് ഏതൊക്കെ എഴുതാൻ പറ്റും, എന്താ അതിൻ്റെ എലിജിബിലിറ്റി, ഏജ് ആയാലും ശരി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയാലും ശരി, ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ വരുന്ന December 13 വൈകിട്ട് 8 മണിക്ക് ഒരു ഫ്രീ വെബിനാർ ഉണ്ട് ഈ വരാൻ പോകുന്ന എക്സാംസിനെ കുറിച്ച്. അപ്പോൾ നിങ്ങളിപ്പം ഗ്രാജുവേറ്റ് ആണെങ്കിലും ഈവൻ നിങ്ങൾ കോളേജിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോളേജിന്റെ ഫൈനൽ ഇയറിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് വരാതിരിക്കുന്ന ഈ ഒരു എക്സാംസിനെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷം നിങ്ങൾ പാസ് ഔട്ട് ആകുമ്പോൾ തന്നെ എക്സാംസ് എഴുതാൻ റെഡി ആയിരിക്കും. സോ ഈ വരുന്ന എക്സാംസിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ വരുന്ന December 13 വൈകിട്ട് 8 മണിക്ക്. ഞാൻ ഉണ്ടായിരിക്കും ആ വെബിനാറിൽ, നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. നമുക്ക് ആ ഒരു വെബിനാറിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു.